ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു വെറൈറ്റി റെസിപ്പി ആയിട്ടാണ്. സിമ്പിളാണ്, ഈസിയാണ്, നല്ല അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾ ഒരു തവണ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ മതി. വീണ്ടും വീണ്ടും ട്രൈ ചെയ്ത് നോക്കുന്നുള്ള കാര്യത്തിൽ ഒരു സംശയം വേണ്ട. സിമ്പിളാണ്, ഈസിയാണ്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് കിടക്കാം. അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതിന് തൊട്ടുള്ള ബെല്ലൈക്കൺ ഉണ്ട്, അതിനൊന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഓൾ ഓപ്ഷൻ കൂടി ഒന്ന് എനേബിൾ ചെയ്താൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻസ് നിങ്ങൾ മുടങ്ങാതെ കിട്ടും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ആദ്യം തന്നെ ഞാനൊരു ഒരു സോസ് പാന് അടുപ്പിൽ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചൂടാവുക, വെയിറ്റ് ചെയ്യാം. എന്നിട്ട് അതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1 ടീസ്പൂണോളം ഗീ ആണ്. അപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്നത് ഡാൽഡ നെയ്യാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ നല്ല മിൽമ നെയ്യോ അല്ലാതെ നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ തയ്യാറാക്കിയ നെയ്യ് ഉണ്ടാവില്ലേ, അതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ നിങ്ങൾക്ക് എന്താ പറയുക, ഈ നെയ്യിന് പകരമായിട്ട് ഓയിൽ യൂസ് ചെയ്യാം. പിന്നെ ഓയിൽ യൂസ് ചെയ്യുമ്പോൾ എനിക്ക് ഒരു ടേസ്റ്റി ആയിട്ട് തോന്നിയില്ല. ആ സംഭവം നമ്മൾ ഓയിലിനാകുമ്പോൾ ഒരു നല്ല ടേസ്റ്റ് അല്ലല്ലോ. പക്ഷേ നെയ്യിനെ അറിയുമ്പോൾ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടാന്നുണ്ടെങ്കിൽ നെയ്യ് തന്നെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ അടുത്ത് ഉള്ളത് നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. എല്ലാവരുടെ അടുത്തും നെയ്യ് ഉണ്ടാവാൻ ചാൻസ് ഇല്ല, പക്ഷേ ഇപ്പോൾ എല്ലാവരുടെ അടുത്തും കാണാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ചിലരുടെ അടുത്ത് ഉണ്ടാവില്ലല്ലോ. അപ്പോൾ അവർക്ക് വേണമെങ്കിൽ ഓയിൽ യൂസ് ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. ഒരു ചെറിയ ടേസ്റ്റ് പോകാത്തുള്ളൂ. പിന്നെ നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത് റവയാണ്. അപ്പോൾ ഞാൻ ഒരു 250 ml കപ്പിൽ മെഷർ ചെയ്തെടുത്തിട്ടുള്ള 1 കപ്പ് റവയാണ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അത് നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ റവ എല്ലായിടത്തും ഒന്ന് നല്ലോണം എത്തുന്നത് വരെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മളിതിലേക്ക് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ഒന്ന് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ നമ്മുടെ റവ നല്ലോണം ചൂടായിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്ത് നമ്മളിതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് പാലാണ്. അപ്പോൾ പാല് ഞാൻ ഒരു 2 കപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ 1 കപ്പ് റവയല്ല ചേർത്ത് കൊടുത്തത്, അപ്പോൾ അതിലേക്ക് 2 കപ്പ് പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. പിന്നെ ഈ ഒരു സമയത്ത് ആക്ച്വലി ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കണമായിരുന്നു ആവശ്യത്തിനുള്ള മധുരത്തിനും. പക്ഷേ ഞാനത് സ്കിപ്പ് ചെയ്തു പോയി, ഞാൻ മറന്നുപോയി. അപ്പോൾ അതുകൊണ്ട് ഞാൻ പിന്നെ ലാസ്റ്റാണ് ചേർത്ത് കൊടുക്കുന്നത്. അതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞതാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് ഇതിലേക്ക് പഞ്ചസാര വേണം ചേർത്ത് കൊടുക്കാനായിട്ട്. പെട്ടെന്ന് തന്നെ ഇതാ പാൽ അങ്ങോട്ട് വലിച്ചെടുക്കുന്നത്. ഇപ്പം തന്നെ അത് ഒരുപാട് വലിച്ചെടുത്തു. പിന്നെ പാൽ നിങ്ങൾ ഒരിക്കലും നിങ്ങൾ തണുത്തത് പാൽ ഇതിലേക്ക് ഡയറക്റ്റ് ആയിട്ട് ചേർത്ത് കൊടുക്കരുത്. ഇപ്പോൾ തണുപ്പാറി പുറത്ത് വെച്ച് തണുപ്പാറിയതാണ് ഒന്നും ചേർത്ത് കൊടുക്കരുത്. നിങ്ങളൊന്ന് ചൂടാക്കുക. പാൽ കംപ്ലീറ്റ് ആയിട്ട് ചൂടാവുന്നത് വരെ ഒന്ന് ചൂടാക്കിയിട്ട് അതിന് ശേഷം മാത്രമേ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. അപ്പോൾ നിങ്ങൾ ഒരിക്കലും സ്കിപ്പ് ചെയ്യരുത് ഈ ഒരു സംഭവം. നിങ്ങൾ അല്ലാതെ ചെയ്താൽ നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഇതുപോലെ കിട്ടത്തില്ല, നിങ്ങൾക്ക് ഗ്യാരണ്ടി തരാം. അപ്പോൾ നിങ്ങൾ അതുപോലെ തന്നെ വേണം ചെയ്യാനായിട്ട്. അപ്പോൾ അതൊരിക്കലും നിങ്ങൾ മറക്കരുത്. ഇപ്പം നമ്മൾ നല്ലോണം മിക്സ് ചെയ്തെടുത്തു. നമ്മുടെ ഡോ അല്ല, ജസ്റ്റ് ലൈക്ക് ഡോ പോലെയല്ലേ. അപ്പോൾ അത് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സമയത്താണ് ആക്ച്വലി ഞാൻ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത്. ചേർത്ത് കൊടുത്തിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. അപ്പോൾ പഞ്ചസാര പെട്ടെന്ന് മെൽറ്റായി കിട്ടുന്നല്ലോ. അപ്പോൾ പിന്നെ റവ ചൂടായപ്പോൾ പെട്ടെന്ന് മെൽറ്റായി കിട്ടി. അപ്പോൾ അപ്പോഴാണ് എനിക്ക് കുറച്ചുകൂടി ഒന്ന് ലൂസായപ്പോൾ വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുത്തു. അപ്പോൾ ഇത് നല്ലപോലെ തന്നെ ഒരു ഡോ പോലെ കിട്ടി. എന്നിട്ടത് ജസ്റ്റ് ഒന്ന് ചൂടാകണം. അതായത് നമുക്ക് ഈ കൈ കൊണ്ടൊന്ന് എടുത്തിട്ട് ബോളാക്കാൻ പറ്റുന്ന ഒരു പരിവല്ല, അങ്ങനെ ആകുന്നത് വരെ ചൂടാറിയിട്ട് നിങ്ങൾ കുഞ്ഞു കുഞ്ഞു ബോൾസ് ഇതുപോലെ ആക്കിയെടുക്കുക. അപ്പോൾ ഇത് എനിക്ക് കൈ കൊണ്ട് എടുക്കാൻ പറ്റുന്ന പോലെ. മറ്റു സ്ഥലത്തുണ്ട് നമ്മൾ ഇപ്പോൾ തന്നെ നമ്മൾ ചൂടാറാ വെച്ചില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ എടുക്കുമ്പോൾ നമ്മൾ കൈ പെട്ടെന്ന് എടുക്കുമ്പോൾ നമുക്ക് ചൂടായിരിക്കും, നമുക്ക് ഉരുട്ടി നല്ലപോലെ ഒന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നിങ്ങൾ നല്ലോണം അത്യാവശ്യം ചൂടാറിയിട്ട് ഇതുപോലെ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കുക. പിന്നെ പറ്റുന്നത്രയും ക്രാക്ക് ഒഴിവാക്കിയിട്ട് ബോൾസ് ആക്കി എടുക്കുക കേട്ടോ. ഇതുപോലെ ബോൾസ് ആക്കുക. അപ്പോൾ കുഞ്ഞു കുഞ്ഞു ബോൾസ്, വലിയ വലിയ ബോൾസ് ആക്കാൻ പറ്റില്ല. അപ്പോൾ ഒരു മാക്സിമം ചെറുതാക്കിയിട്ട് വേണം നിങ്ങൾ ബോളാക്കി എടുക്കാനായിട്ട്. അപ്പോൾ കുഞ്ഞു കുഞ്ഞു ബോൾസ് എനിക്ക് എടുക്കുന്നത് കാണാൻ ഭയങ്കര രസമാണ്. പക്ഷേ വലിയ വലിയ ബോൾസ് ആകുമ്പോൾ ഒരു ഭയങ്കര ബോറായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. അതോടെ മാറ്റി വെച്ചിട്ട് ഒരു പാൻ എടുക്കുക. അതിലേക്ക് ഞാനൊരു 2 കപ്പ് പാല് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആക്ച്വലി എനിക്ക് ഇതിലേക്ക് മൊത്തമായിട്ട് ആവശ്യം വന്നിട്ടുള്ള പാലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു പാക്കറ്റ് പാലാണ് ഇതിലേക്ക് മൊത്തമായിട്ട് യൂസ് ചെയ്തിട്ടുള്ളൂ. പിന്നെ ഒരു ബൗൾ എടുക്കുക. അപ്പോൾ ഞാനിത് നിങ്ങൾ കാണിച്ചു തരാൻ എന്താ ചെയ്യേണ്ട സംഭവം വെച്ചിട്ടുണ്ടെങ്കിൽ, ഇപ്പോൾ 2 ടേബിൾ സ്പൂണോളം കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുക. കോൺഫ്ലോർ ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അരിപ്പൊടി യൂസ് ചെയ്യുക കേട്ടോ. അപ്പോൾ അരിപ്പൊടി അല്ലെങ്കിൽ കോൺഫ്ലോർ ചേർത്ത് കൊടുത്തിട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക. എന്നിട്ട് ഇത് നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അരിപ്പൊടി ചേർത്ത് കൊടുക്കും, പിന്നെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ കോൺഫ്ലോർ ചേർത്ത് കൊടുത്ത് കട്ടകളൊന്നും ഇല്ലാതെ ഒന്ന് അന്നേരം നല്ലോണം മിക്സ് ചെയ്തിട്ട് എടുക്കുക. എന്നിട്ട് നമുക്ക് നമ്മുടെ പാലിലേക്ക് ചേർത്ത് കൊടുക്കാം.
ഇപ്പം നമ്മളിതിലേക്ക് പാല് ചേർത്ത് കൊടുത്തിട്ട് നമ്മുടെ കോൺഫ്ലവറിൻ്റെ ആ മിക്സർ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ആക്ച്വലി നമ്മൾ വെള്ളം ചേർക്കുന്നതിന് പകരം പാലായിരുന്നു ചേർക്കേണ്ടത്. പക്ഷേ ഞാനിതിലേക്ക് എടുത്തപ്പോൾ പാല് കംപ്ലീറ്റ് ഞാൻ അറിയാതെ മൊത്തം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തു. അപ്പോൾ പിന്നെ വെള്ളം എടുക്കല്ലാതെ വേറെ വഴിയില്ലല്ലോ. അപ്പോൾ ഞാൻ വെള്ളം ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുകയാണ്. അപ്പോൾ പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കോൺഫ്ലവർ ചേർത്ത് കൊടുത്താൽ ഒരിക്കലും നിങ്ങൾ മിക്സ് ചെയ്യാതെ വെക്കരുത് കേട്ടോ. ചിലവർ കാണാം നമ്മൾ കോൺഫ്ലവർ ചേർത്ത് കൊടുത്തിട്ട് പിന്നെ നമ്മൾ മിക്സ് ചെയ്യുന്ന സംഭവം ഉടനെ തിരഞ്ഞ് നടക്കും. അപ്പോൾ പിന്നെ അത് കാണാണ്ടാവില്ല. അപ്പോൾ പിന്നെ അങ്ങനെ സമയം കൊണ്ട് അപ്പോൾ അതൊരു പറ്റി പിടിക്കും. അപ്പോൾ നിങ്ങൾ എടുത്തന്നെ എല്ലാം റെഡി ആക്കിയതിന് ശേഷം മാത്രമേ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാൻ പാടുള്ളൂ. ഇതിനെന്നല്ല, എന്തൊരു സംഭവത്തിന് നമ്മൾ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കുകയാണെങ്കിലും അപ്പോൾ നിങ്ങൾ മിക്സ് ചെയ്തുകൊണ്ടിരിക്കണം. പെട്ടെന്ന് തന്നെ മിക്സ് ചെയ്യണം, അല്ലെങ്കിൽ ഇത് അടിയിൽ പറ്റി പിടിക്കും. പിന്നെ അത് ആരും കരിഞ്ഞ ടേസ്റ്റ് അങ്ങനെ കഴിച്ചായിട്ടുണ്ടായിരുന്നു. ഒരു നല്ല ടേസ്റ്റ് ആവില്ല ഉണ്ടാവുക. അപ്പോൾ ഇതിലേക്ക് ഞാൻ പിന്നെ ആവശ്യത്തിന് മധുരത്തിന് പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ട് നല്ലോണം തന്നെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. പഞ്ചസാര ഒന്ന് മെൽറ്റ് ആവുന്നത് വരെ മിക്സ് ചെയ്ത് കൊടുക്കുക. പഞ്ചസാര മെൽറ്റായി കഴിഞ്ഞാൽ അത്യാവശ്യം തിക്കുമായിട്ടുണ്ടാവും. അപ്പോൾ അതിന് ശേഷം നമ്മൾ ബോളാക്കി എടുത്തിരുന്നത് നമ്മുടെ ബോൾസ് ഉണ്ടല്ലോ, അപ്പോൾ അതിങ്ങനെ ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കുക. മൊത്തമായിട്ട് നിങ്ങൾക്ക് ഒട്ടരുത്, അപ്പോൾ ഇത് ഒട്ടിപ്പിടിക്കും. പിന്നെ നമ്മൾ മിക്സ് ചെയ്യുമ്പോൾ ഓരോന്നായി സെപ്പറേറ്റ് ചെയ്യും. നമ്മൾ മിക്സ് ചെയ്യുന്ന സംഭവം വെച്ചിട്ട് സെപ്പറേറ്റ് ചെയ്യാൻ നോക്കുമ്പോൾ അതങ്ങനെ പൊട്ടും. അപ്പോൾ അങ്ങനെയൊക്കെ ഒരുപാട് പ്രശ്നമുണ്ട്. പിന്നെ ഇത് ചേർത്ത് കൊടുത്തതിന് ശേഷം നിങ്ങൾ മിക്സ് ചെയ്യുമ്പോൾ ആ സംഭവം ആ ഒരു ബോൾസൊന്നും നമ്മൾ ടച്ച് ചെയ്യാൻ പാടില്ല. അപ്പോൾ ആ ഒരു പാലുണ്ടല്ലോ അതിൻ്റെ ഇടയിൽ നിന്ന് വെച്ച് നമ്മൾ മിക്സ് ചെയ്യണം. പിന്നെ ലൈറ്റായിട്ട് മിക്സ് ചെയ്യാൻ പാടുള്ളൂ. ഇത് ജസ്റ്റ് ഒന്ന്, ഇത് ഓൾറെഡി കുക്കായ സംഭവമല്ല, അപ്പോൾ ജസ്റ്റ് ഒന്ന് കവർ ആവുന്ന പോലെ മിക്സ് ചെയ്തെടുത്താൽ മതി. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഓരോ സ്ഥലത്തായിട്ടിട്ട് ഇങ്ങനെ സ്പേസ് ഇങ്ങനെ കൊടുത്തിട്ട് ഇതുപോലെ ചെയ്ത് കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക് സ്പേസ് ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് അവിടെയൊക്കെ ഫുൾഫിൽ ചെയ്തിട്ട് നമ്മുടെ ബോൾസ് മൊത്തം ഇട്ട് കൊടുത്തിട്ട് ഇതുപോലെ ഇങ്ങനെ ലൈറ്റായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഓവറായിട്ട് മിക്സ് ചെയ്താൽ പൊട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഞാനിതുപോലെ ലൈറ്റായിട്ടാണ് മിക്സ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ കുത്തി ഇളക്കരുത് കേട്ടോ, ഒരിക്കലും കുത്തി ഇളക്കരുത്. അപ്പോൾ അങ്ങോട്ട് പൊടിഞ്ഞിട്ട് വേറെ എന്തൊക്കെയോ ആയി പോകുന്നത്. അതൊന്നും നിങ്ങൾ സൂക്ഷിച്ച് വേണം മിക്സ് ചെയ്യാനായിട്ട്. മിക്സ് ചെയ്യാൻ എനിക്ക് ബെറ്ററായിട്ട് തോന്നിയിട്ടുള്ളത് ഇതുപോലത്തെ മരത്തിൻ്റെ ചട്ടകൊക്കെ ഉണ്ടാവില്ല, അതാണ്. പിന്നെ അല്ലെങ്കിൽ നിങ്ങൾക്ക് സ്പാച്ചുല യൂസ് ചെയ്യാം. സ്പാച്ചുല ഉണ്ടല്ലോ, നമ്മൾ ഈ പകുതി ഗ്ലാസും പിന്നെ പകുതി നമ്മൾ ആ സ്പാച്ചുലേൻ്റെ പോലത്തെ സംഭവം ഞാൻ ചില വീഡിയോസിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. എൻ്റെ ഒരു ഗ്രീൻ കളറുള്ള സ്പാച്ചുല. അപ്പോൾ അങ്ങനത്തെ സ്പാച്ചുലാണ് മിക്സ് ചെയ്യാൻ നല്ലത്. പക്ഷേ ഞാൻ വേറെ ഒന്ന് യൂസ് ചെയ്യലുണ്ട്, ഒരു പേർപ്പിൾ കളറിലുള്ള ഒരു സ്പാച്ചുല. അപ്പോൾ അത് അപ്പോൾ ചിലർക്ക് അറിയായിരിക്കും ആ ഒരു സ്പാച്ചുല. അപ്പോൾ ആ ഒരു വയലറ്റ് പേർപ്പിൾ കളറിലുള്ള ആ ഒരു സ്പാച്ചിലല്ലേ, അത് വെച്ചിട്ട് മിക്സ് ആകുമ്പോൾ എനിക്ക് ഒട്ടുമിക്ക സമയത്തും ആ സ്പാച്ചിലല്ല അതങ്ങോട്ട് ആ ഗ്ലാസ് ഒന്ന് ഊരി പോകുന്നിട്ട് ഇതിൽ വീയലുണ്ട്. അപ്പോൾ അങ്ങനത്തെ സ്പാച്ചില വെച്ച് യൂസ് ചെയ്യണ്ട. അപ്പോൾ എൻ്റെ പോലത്തെ ഫുള്ളായിട്ട് ആ ഒരു ഗ്രീൻ കളറുള്ള സ്പാച്ചിലല്ല, അങ്ങനത്തെ യൂസ് ചെയ്താൽ മതി. ഇപ്പോൾ നമ്മുടെ ബോൾസൊക്കെ ഇതിൽ കംപ്ലീറ്റ് ആയിട്ടും മിക്സ് ആയിട്ടുണ്ട്. പിന്നെ നമ്മളിതിലേക്ക് ഏലക്കാപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാനിതിനുള്ള ഏലക്കാപ്പൊടിയാണ് ചേർത്ത് കൊടുത്തത്. അപ്പോൾ അതൊരു ഫ്ലേവറിന് വേണ്ടി ചേർത്ത് കൊടുത്തത്. നിങ്ങൾക്ക് വാനില എസൻസ് എന്തും ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സൂപ്പർ ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പി ഇവിടെ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റാണ്, നല്ല പെർഫെക്ഷനിൽ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഇത്ര പെർഫെക്റ്റ് ആയിട്ട് കിട്ടുന്നത്. പിന്നെ ഞാനിതിൽ കളറ് വരാൻ നിങ്ങൾ കാണിച്ചപ്പോൾ വൈറ്റ് കളറായിരുന്നു, അപ്പോൾ പെട്ടെന്ന് അതിൻ്റെ കളറ് മാറിയെന്ന് വിചാരിക്കും നിങ്ങളല്ലേ. അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാനിതിലേക്ക് ഒരു ഡ്രോപ്പ് പിങ്ക് കളർ ചേർത്ത് കൊടുത്തു. പിന്നെ ഞാനിതിലേക്ക് ഒരു ഡ്രോപ്പ് റെഡ് സ്ട്രോബെറി സിറപ്പ് ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ റോസ് സിറപ്പൊക്കെ യൂസ് ചെയ്യാം. സ്ട്രോബെറി സിറപ്പ് എനിക്ക് ഇഷ്ടമാണ്, സ്ട്രോബെറിൻ്റെ ഫ്ലേവർ എനിക്കിഷ്ടം. അപ്പോൾ അതുകൊണ്ട് ഞാൻ സ്ട്രോബെറി സിറപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും കൂടി ചേർത്ത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തിട്ട് ഇതുപോലെ നമ്മൾ സെർവിങ്ങിൻ്റെ ഒരു ഐസ്ക്രീം ബോൾ പോലത്തെ ഒരു സംഭവത്തിലേക്ക് ആക്കി കൊടുത്തതാണ്. നല്ല ടേസ്റ്റാണ്, അടിപൊളിയാണ്. ഞാൻ കഴിച്ച് നോക്കി. എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. പിന്നെ നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് നല്ലതാണെങ്കിൽ ചീത്തയാണെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക, ഒരു പ്രശ്നമില്ല. മറ്റൊരു അടിപൊളി വീഡിയോയുമായി കാണുന്നതിന് ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ, താങ്ക്സ് ഫോർ